നിലമ്പൂരിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ നാളെയാണ് ഇടതുമുന്നണി യോഗവും CPM സംസ്ഥാന സെക്രട്ടറി അതിനു മുമ്പൊക്കെ ചേർന്ന് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. ആരെന്ന ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ട്. ശക്തനായ സ്ഥാനാർത്ഥിനെ വരുമെന്ന് CPM നേതൃത്വം വ്യക്തമാക്കുന്നുമുണ്ട്. ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് യു ഷറഫ് അലിയുടേതാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കഴിഞ്ഞ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ, ഇന്ത്യൻ അന്താരാഷ്ട്ര താരം. അദ്ദേഹം ഇപ്പോൾ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്ന ചർച്ചകൾ സജീവമാണ്. എന്താണ് അങ്ങനെ എന്തെങ്കിലും ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ CPM-ന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയോ അറിയിപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളെ പത്രമാധ്യമങ്ങളിലൂടെയുള്ള അറിവ് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ഇപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കൃത്യമായി ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കളെ നിലമ്പൂരിന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലപ്പുറത്ത് കേരളത്തിൽ പരിചയപ്പെടുന്ന കാര്യമില്ലെങ്കിൽ ഇപ്പോൾ മലപ്പുറത്ത് നിലമ്പൂർ താങ്കൾക്ക് അങ്ങനെ ഒരു ബന്ധമുള്ള നാട് കൂടിയാണ്, താങ്കളുടെ നാടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഒരു സ്വാഭാവിക പരിഗണന മാത്രമാണോ, അതിന്റെ അപ്പുറത്തേക്ക് താങ്കളുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ പരിഗണിച്ചുകൊണ്ടൊരു പേരാണോ ഇപ്പോൾ ഉയർന്നു വരാൻ കാരണം? അതിപ്പോൾ എങ്ങനെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയപരമായിട്ടൊരു പാരമ്പര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു ഫുട്ബോളർ എന്നുള്ള നിലക്ക് സംസ്ഥാന സർക്കാർ തന്നിട്ടുള്ളൊരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റിന്റെ സ്ഥാനം തന്നെ അതിന്റെ കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട്. നിലമ്പൂർ എനിക്ക് പുതിയതായിട്ടുള്ളൊരു സ്ഥലമൊന്നുമല്ല. മലപ്പുറം ജില്ലയിൽ ഏറ്റവും അരീക്കോട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള പ്രദേശം തന്നെയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 3 അമ്മാവന്മാർ അവിടെ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഡോക്ടർ ഉസ്മാൻ, അതുപോലെ തന്നെ ഷൗക്കത്തിലാക്ക, കാലിതാക്ക, ഇവരൊക്കെ അവിടെ പൊതുരംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ആൾക്കാരാണ്. ഡോക്ടർ ഉസ്മാൻ തന്നെ ഏറ്റവും മൂത്ത അമ്മാവനായിരുന്നു. അദ്ദേഹം ഡോക്ടർ എന്നുള്ള നിലക്കും സാമൂഹിക പ്രവർത്തകൻ എന്നുള്ള നിലക്കും നിലമ്പൂർ നിറഞ്ഞു നിന്ന ഒരാളാണ്. കുട്ടിക്കാലമൊക്കെ നിലമ്പൂർ ചെലവഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അരീക്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള സൗഹൃദവലയം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നിലമ്പൂർ. പുതുമുള്ള സ്ഥലമൊന്നുമല്ല. അങ്ങനെ ഒരു ഓഫർ CPM-ന്റെ നേതൃത്വത്തിൽ വന്നാൽ സ്വീകരിക്കും. എന്താണ് താങ്കളുടെ ഒരു താല്പര്യം? എന്താണ് അങ്ങനെ നമ്മൾ പറയുന്നതിന് പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു ചുമതലയുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ അധ്യക്ഷൻ തന്നെ അത് കഴിവിന്റെ പരമാവധി നന്നായിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇതേപോലെ പാർട്ടിയോ ഗവൺമെന്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ എന്ത് ചുമതല ഏൽപ്പിച്ചാലും കഴിവിന്റെ പരമാവധി നല്ല രീതിയിൽ നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. വ്യക്തമാണ്, അങ്ങയുടെ നിലപാട് വ്യക്തമാണ്. ഏതായാലും CPM-ആണ് സസ്പെൻസ് സ്ഥാനാർത്ഥികൾ പലപ്പോഴും CPM-ന് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിൽ സസ്പെൻസ് സ്ഥാനാർത്ഥികൾ വരാറുമുണ്ട്. ഏതായാലും യു ഷറഫ് അലിയും അത്തരത്തിലൊരു സസ്പെൻസ് സ്ഥാനാർത്ഥിയെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ നിരവധിയുണ്ട്. അത്തരത്തിൽ ആഗ്രഹിക്കുന്നവരും നിരവധിയാണ്.